അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. കുളിയുടെ മഹത്വങ്ങൾ അല്ലെങ്കിൽ കുളിയുടെ ആചാരങ്ങൾ, കുളി എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനാബത്ത് അശുദ്ധിയുള്ളവർ കുളി നിർബന്ധമാണ്. അതേക്കുറിച്ച് നബി പറഞ്ഞത് ഇങ്ങനെയാണ്: 2 ഖത്നയിനി ലിംഗാവയവങ്ങൾ സംയോജിക്കുകയും പുരുഷലിംഗം അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ തലക്കെട്ട് യോനിക്കുള്ളിൽ കയറുകയും ചെയ്താൽ അത് ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ല എങ്കിലും കുളി നിർബന്ധമാണ്. ഇത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കിൽ നിന്നുണർന്നു, വസ്ത്രത്തിൽ നനവ് കണ്ടു, പക്ഷേ സ്വപ്നം കണ്ടതായി ഓർക്കുന്നില്ല എങ്കിൽ കുളി നിർബന്ധമാണ്. എന്നാൽ സ്വപ്നം കണ്ടത് ഓർമ്മയുണ്ട്, പക്ഷേ വസ്ത്രം നനഞ്ഞിട്ടില്ല എങ്കിൽ കുളി നിർബന്ധമില്ല. എങ്ങനെയാണ് നസായി, ഇബ്നു മാജ എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ഇങ്ങനെ: സ്ത്രീ തൻ്റെ സ്വപ്നത്തിൽ പുരുഷൻ കാണുന്നത് കണ്ടാൽ അവൾക്ക് കുളി നിർബന്ധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്: ജനാബത്തുകാരൻ്റെയും ദുർഗന്ധമുള്ളവൻ്റെയും അടുത്ത് മലക്കുകൾ ഹാജരാവില്ല അവർ കുളിക്കുന്നത് വരെ. അബൂദാവൂദും നസായിയും റിപ്പോർട്ട് ചെയ്യുന്നു, വിഗ്രഹം, ജനാബത്തുകാരൻ, നായ, പന്നി എന്നിവയുള്ള വീട്ടിൽ മലക്കുകൾ വരില്ല. അഹ്മദും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തു, ജനാബത്ത് കുളിക്കുമ്പോൾ ഒരു രോമകൂപം കഴുകാതിരുന്നാൽ ആ രോമകൂപത്തെ നരകത്തിലിട്ട് ഇന്നിന്നതൊക്കെ കാട്ടിക്കൂട്ടും. ഇമാം അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് ഭയന്നാണ് താൻ എപ്പോഴും എൻ്റെ തല മുണ്ഡനം ചെയ്യുന്നത്. തൻ്റെ തലമുടി വളരെ ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഇബ്നു മാജയും തുർമുദിയും റിപ്പോർട്ട് ചെയ്യുന്നു, ഓരോ രോമകൂപത്തിലും ജനാബത്തുണ്ട്, അതിനാൽ മുടി ശരിക്ക് കഴുകുവിൻ, തൊലിയും ശുചീകരിക്കുവിൻ. അവർ രണ്ടാളും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ജനാബത്തുകാരും ആർത്തവക്കാരും ഖുർആൻ ഓതരുത്. നസായി റിപ്പോർട്ട് ചെയ്യുന്നു, ഈ വീടുകളുടെ മുഖം പള്ളിക്ക് മുന്നിൽ നിന്ന് മാറ്റുവിൻ, കാരണം ജനാബത്തുകാർക്കും ആർത്തവക്കാർക്കും പള്ളി ഹലാലാക്കിയിട്ടില്ല. അബൂദാവൂദും തുർമുദിയും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, വല്ലവനും ഒരു ആർത്തവമുള്ളവളെ പിടിച്ച് അവളുമായി ഭോഗിച്ചാൽ, അല്ലെങ്കിൽ വല്ലവനും ഒരു പെണ്ണിൻ്റെ പിൻഭാഗത്ത് ഭോഗിച്ചാൽ, അതുമല്ലെങ്കിൽ വല്ലവനും ഒരു ജ്യോത്സ്യനെ സമീപിച്ച് പ്രശ്നം വെച്ചാൽ, ഇവരൊക്കെ മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് പുറത്താണ്. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിക്ക് ജനാബത്തുണ്ടായാൽ പിന്നെ ഉറങ്ങാനോ വല്ലതും കഴിക്കാനോ തിരുമേനി ഉദ്ദേശിക്കുമ്പോൾ
നിസ്കരിക്കാൻ വുളു ചെയ്യുന്നത് പോലെ വുളു ചെയ്യാറുണ്ട്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, വുളു ഒരാൾ തൻ്റെ ഭാര്യയെ ആയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഒന്നുകൂടി ആയിക്കളയാമെന്ന് തോന്നിയാൽ അയാൾ വുളു ചെയ്യണം. ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, നിങ്ങൾ നഗ്നരാകുന്നത് വിരോധിക്കുന്നുണ്ട് അള്ളാഹു, നിങ്ങളെ പിരിയാത്ത മലക്കുകളെ ഓർത്ത്. നഗ്നരാകുമ്പോൾ നിങ്ങൾ ലജ്ജിപ്പിൻ. 3 സമയങ്ങളിൽ മാത്രമാണ് മലക്കുകൾ നിങ്ങളെ വേർപിരിയുക: മലമൂത്ര വിസർജന ഘട്ടം, ജനാപത്തുള്ള ഘട്ടം, കുളിക്കുമ്പോൾ. നഗ്നരായി കുളിക്കുകയാണെങ്കിൽ വസ്ത്രം കൊണ്ടൊരു മറ കെട്ടണം, അല്ലെങ്കിൽ ചുമരിൻ്റെ മറയോ ഒട്ടകത്തിൻ്റെ മറയോ ഉണ്ടായിരിക്കണം. ഇബ്നു ജുറൈജ് പറയുന്നു, നബി പുറത്തു പോയപ്പോൾ തൻ്റെ കൂലിക്കാരൻ നഗ്നനായി നിന്ന് കുളിക്കുന്നത് കണ്ടു. നബി പറഞ്ഞു, നിനക്ക് നാണമില്ലല്ലോ, അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ, എനിക്ക് ഇനിമേൽ നിന്നെ കൂലിക്കാരനായി ആവശ്യമില്ല. ഇബ്ബാൻ ബജലി എന്നവർ പറയുന്നു, എൻ്റെ ഒരു അയൽവാസി മരിച്ചു. അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബറിലേക്ക് എടുക്കാൻ ഞാനും പങ്കുചേർന്നു. ഖബർ കിളക്കുമ്പോൾ അതിലതാ ഒരു പൂച്ച. ആട്ടിയപ്പോൾ അത് പോയില്ല. അവിടെ കൂടിയിരുന്ന ഒരാൾ തൻ്റെ കൈക്കോട്ടിൻ്റെ താഴെ കൊണ്ട് അതിനെ അടിച്ചു. പക്ഷേ അത് ഫലിച്ചില്ല. എന്നാൽ അത് ഒഴിവാക്കി മറ്റൊരു ഖബർ കുഴിച്ചു നോക്കുമ്പോൾ ഈ പൂച്ച അതാ അവിടെയും. അടിച്ചു, ഫലിക്കുന്നില്ല. ഞങ്ങൾ കുഴങ്ങി. ചിലർ പറഞ്ഞു, ഇങ്ങനെയൊരു സംഭവം ഇതുവരെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല, അയാളെ ഇതിൽ തന്നെ കുഴിച്ചിടാമല്ലാതെ നമ്മൾ എത്ര ഖബറാണ് ഇയാൾക്ക് വേണ്ടി കുഴിക്കുക. അങ്ങനെ ചെയ്ത് ഞങ്ങൾ പിന്തിരിഞ്ഞു പോരുമ്പോൾ അയാളുടെ എല്ലുകൾ ആ പൂച്ച കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. വിവരം പറഞ്ഞ ശേഷം എൻ്റെ പിതൃവ്യൻ അയാളുടെ ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? എന്ത് മഹാപാപമാണ് ഇയാൾ ചെയ്തത്? അവർ പറഞ്ഞു, അദ്ദേഹം തീരെ ജനാബത്ത് കുളിക്കാറില്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരാളെ സ്വപ്നം കണ്ടു. എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ദുരിതത്തിലാണ്, എന്നെ വിട്ടേക്കുക. ഞാൻ ഒരു ദിവസം ജനാബത്ത് കുളിച്ചില്ല. തന്മൂലം അള്ളാഹു എനിക്ക് ഒരഗ്നിയുടെ വസ്ത്രം ഉടുപ്പിച്ചു. ഞാനിപ്പോൾ അതിൽ കിടന്ന് പുളയുകയാണ്. ഇമാം യാഫി തങ്ങൾ പറയുന്നു, ഷെയ്ഖ് ഇസുദ്ദീൻ അബ്ദുസ്സലാമിന് സ്വപ്നസ്ഖലനമുണ്ടായി. തണുത്തുറഞ്ഞ രാത്രിയായിരുന്നു അത്. ജലാശയത്തിൽ ചെന്ന് നോക്കുമ്പോൾ ആ വെള്ളം തണുത്ത് ഐസായിരിക്കുന്നു. അത് അദ്ദേഹത്തെ നടുക്കിയെങ്കിലും കുളിക്കാതിരുന്നില്ല. തണുപ്പിൻ്റെ കാഠിന്യത്താൽ ജീവൻ പോകുന്നതിൻ്റെ വക്കോളമെത്തി. ആ രാത്രി തന്നെ രണ്ടാമതും തനിക്ക് സ്വപ്നസ്ഖലനമുണ്ടായി. രണ്ടാമതും ചെന്ന് കുളിച്ചു. ഉടനെ അദ്ദേഹം ബോധം കെട്ട് വീണു. അപ്പോൾ ഒരു ഉൾവിളി കേട്ടു, ഇഹത്തിലും പരത്തിലും ഞാൻ നിനക്ക് ഇതിന് പകരം പ്രതാപം തരുമെന്ന്. ഇനി കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ദ്രിയം പുറപ്പെടുന്നത് കൊണ്ടോ, അതുപോലെ തന്നെ ആർത്തവം, പ്രസവരക്തം, പ്രസവം, മരണം മുതലായവയുള്ളവ, ഈ കാരണങ്ങളെ കൊണ്ടാണ് കുളി നിർബന്ധമാകുന്നത്. കുളിയുടെ ഷർത്തുകൾ നമ്മൾ വുളുവിൻ്റെ ഷർത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ തഹൂറായ ശുദ്ധമായ വെള്ളമായിരിക്കണം. വെള്ളം പകർച്ചയാവുന്ന യാതൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. വെള്ളം ചേരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. ഈ നഖത്തിനുള്ളിലെ അഴുക്ക്, കുങ്കുമം, ചന്ദനം, താളി ഇവയൊന്നും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. 4 അംഗങ്ങളിൽ ജലമൊഴുക്കണം. ഇനി കുളിയുടെ ഫർദുകളെ പറ്റി പറയുമ്പോൾ 1 നിയ്യത്ത്, 2 ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക. ഇതാണ് കുളിയുടെ ഫർദുകൾ. വെള്ളം എല്ലായിടത്തും എത്തിയെന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല. ഒളുവിലേതുപോലെ തന്നെ എവിടെയും എല്ലായിടത്തും വെള്ളം എത്തിയെന്ന ധാരണയുണ്ടായാൽ മതി.
ഇത്രയും കാര്യങ്ങളാണ് ഒതുവിൻ്റെ കുളിയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു ശരിയായ രൂപത്തിൽ ശുദ്ധി വരുത്തുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.